കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നതിന്റെ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതം ഗൗരവകരമായി പഠിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് പ്രതിപക്ഷം. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിൽക്കാൻ പുതുതലമുറ ആഗ്രഹിക്കുന്നില്ല എന്ന് അടിയന്തര പ്രമേയ അവതരണ അനുമതി തേടിയ മാത്യു കുഴൽനാടൻ പറഞ്ഞു. വിദ്യാർത്ഥികൾ പോകുന്നത് പൂർണ്ണമായും തടയാൻ കഴിയില്ലെന്നും തട്ടിക്കൂട്ടി ഏജൻസികളെ നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം സർക്കാരിന്റെ പരിഗണനയിലുണ്ടെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മറുപടി നൽകി. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന കേരളത്തിൽ നിന്നും ഒരു തലമുറ അല്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ ഈ രാജ്യത്ത് ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ശരാശരി കേരളത്തിലെ ഒരു ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവൻ നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും, എനി കൺട്രി ഈസ് ബെറ്റർ ദാൻ മൈ സ്റ്റേറ്റ് എന്നുള്ളതാണ് അവരുടെ ചിന്ത. വിദേശത്തു നിന്ന് പോലും വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ കഴിയുന്ന ഒരു ആഗോള ഹബ്ബാക്കി മാറ്റുന്നതിനാണ് നാം പരിശ്രമിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം കേരളത്തിൽ ഒട്ടും കുറവല്ല. വിദേശത്ത് ഉപരിപഠനത്തിന് പോകുന്നത് ഒരു കുറ്റമല്ല സർ, അതൊരു പുതിയ കാര്യമല്ല. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, നെഹ്റുവും അംബേദ്കറും ലണ്ടനിലാണ് പഠിച്ചത്.